നമ്മൾ ഈ ഫോണിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ ഫുള്ളായിട്ട് നിഷേധിക്കും. അവർ ഒരിക്കൽ പോലും സമ്മതിച്ചു തരില്ല. എന്ന് മാത്രമല്ല അവർ അത് ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കരഞ്ഞ് ബഹളം വെക്കും, കിടന്ന് ഉരുണ്ട് കരയും. അവർ നേരെ വിക്ടിം മോഡിലേക്ക് മാറും. ഇതാണ് വിക്ടിം മോഡിലേക്ക് മാറുമെന്ന് പറയുന്നത്. അതായത് ഈ തെറ്റ് ചെയ്തത് ചോദിക്കുന്ന നമ്മൾ പ്രതികളും അത് തെറ്റ് ചെയ്ത അവര് വിക്ടിമായിരിക്കും, അവരായിരിക്കും ഇരകളായിട്ട് മാറുന്നത്. അപ്പൊ അവരിങ്ങനെ ആക്ട് ചെയ്യും, ഭയങ്കരമായിട്ട് കുരയും. നമ്മളുടെ ആ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളെ തന്നെ സംശയിക്കുക, അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്ത് തെറ്റായി പോയി. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ പോയിട്ട് സോറി പറയും, അയ്യോ ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, നീ തരുന്ന സ്നേഹം എത്ര വലുതാണ്, എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഇത് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവരൊരിക്കലും സോറി പറയില്ല. നിങ്ങൾ ഭയങ്കര ഹർട്ടായിട്ട് അവർ ചെയ്ത തെറ്റിന് നിങ്ങൾ വളരെ ഹർട്ടായിട്ടുണ്ടാവും, എന്നിട്ട് സോറി പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിച്ചോ അവർ ഒരു നാർസിസ്റ്റ് ആണ്. അവരുടെ വായിൽ നിങ്ങൾ സോറി കേൾക്കുകയില്ല. ഇനി അവർ നിങ്ങൾ കൈയോടെ പിടിച്ചെന്ന് വിചാരിക്കുക, ഭയങ്കര കൈയോടെ വേറൊരു ആളുടെ കൂടെ പിടിച്ചെങ്കിൽ അവർ ജസ്റ്റ് ഒരു സോറി പറഞ്ഞെന്നിരിക്കും, പക്ഷെ ഉള്ളു തട്ടിയിട്ടില്ല. ഒരു സോറി ജസ്റ്റ്, അത് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് തിരിച്ച് നമ്മളെ ചീത്ത പറഞ്ഞ് നമ്മളെ തെറി പറഞ്ഞ് നമ്മളെ കുറ്റക്കാരാക്കും. മനസ്സിലായോ? അതായത് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് അത് നടന്നിരിക്കും.